Hi friends, welcome back to my YouTube channel. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നോബൽ പ്രൈസ് ആണ്. 2024 നോബൽ പ്രൈസ് വിന്നേഴ്സിനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ PSC SSC റെയിൽവേ പോലുള്ള എക്സാംസിന് പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ശരി, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 6 ഫീൽഡ്സിലായിട്ടാണ് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് മെഡിസിൻ, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ലിറ്ററേച്ചർ, എക്കണോമിക്സ് ആൻഡ് പീസ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആർക്കൊക്കെയാണ് കിട്ടിയതും എന്തിനാണ് കിട്ടിയതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മെഡിസിൻ ഫീൽഡിലാണ്. മെഡിസിൻ ഫീൽഡിൽ കിട്ടിയിരിക്കുന്നത് വിക്ടർ ആംബ്രോസിനും ഗേരി റൂഖനുമാണ്. അപ്പോൾ ഇദ്ദേഹമാണ് വിക്ടർ ആംബ്രോസ് ആൻഡ് ഇദ്ദേഹമാണ് ഗേരി. ഇവർക്ക് മൈക്രോ RNAയുടെ കണ്ടെത്തലുകൾക്കാണ് Nobel Prize 2024 ലഭിച്ചത്. Victor Ambrose and Gary Rukhan discovered micro RNA, a new class of tiny RNA molecules that play a crucial role in gene regulation. അപ്പോൾ ഇവര് മൈക്രോ RNAയുടെ കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് മെഡിസിൻ ഫീൽഡിൽ നോബൽ സമ്മാനം ലഭിച്ചത്. നെക്സ്റ്റ് ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻറ്റനുമാണ്. ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കിയതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ഫോർ ദ ഫൗണ്ടേഷണൽ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ ദാറ്റ് എനേബിൾ മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. നെക്സ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് കെമിസ്ട്രിയിൽ 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബസ് ആൻഡ് ജോൺ ജംബർ. ഡേവിഡ് ബേക്കർ ആണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഫോർ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ്. പിന്നെ ഡെമിസ് ഹസാബസ് ആൻഡ് ജോൺ ജംബർ ഫോർ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഡേവിഡ് ബേക്കർ US ബേസ്ഡ് ആണ്. ഡെമിസ് ഹസാബസ് UK ബേസ്ഡ് ആൻഡ് ജോൺ US ബേസ്ഡ് ആണ്. നെക്സ്റ്റ് ഇസ് ലിറ്ററേച്ചർ. അപ്പോൾ ഷീ ഈസ് ഫ്രം സൗത്ത് കൊറിയ ആൻഡ് സാഹിത്യ നോബൽ നേടുന്ന സൗത്ത് കൊറിയയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ഹാങ് കാങ്. ആൻഡ് സാഹിത്യ നോബൽ നേടുന്ന ഏഷ്യയിൽ നിന്നുള്ള ആദ്യ വനിത കൂടിയാണ് ഹാങ് കാങ്. ഹാങ് കാങ്ങിന് നോബൽ സമ്മാനം ലഭിച്ചത് ഫോർ ഹർ ഇൻറ്റൻസ് പോയറ്റിക് പ്രോസ് ദാറ്റ് കൺഫ്രണ്ട്സ് ഹിസ്റ്റോറിക്കൽ ട്രോമാസ് ആൻഡ് എക്സ്പോസസ് ദ ഫ്രജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് നമ്മുടെ ചരിത്രപരമായ ആഘാതങ്ങളോട് നേർക്കുനേർ നിൽക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ ദൗർബല്യം തുറന്നു കാട്ടുന്ന രചനകൾക്കാണ് ഹാങ് കാങ്ങിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഹാങ് കാങ്ങിന്റെ കൃതികളൊക്കെ ഈ ഇടയ്ക്ക് PSC ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാങ് കാങ്ങിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ വൈറ്റ് ബുക്ക്. ഹാങ് കാങ്ങിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ വൈറ്റ് ബുക്ക്. പിന്നെ അല്ലാണ്ട് ദ വൈറ്റ് നൈറ്റ്, ഗ്രീക്ക് ലെസൺസ്, ഹ്യൂമൻ ആക്ട്സ്, ലവ് ഓഫ് യേസു, ദ വെജിറ്റേറിയൻ, വി ഡു നോട്ട് പാർട്ട്, ആൽമൻഡ്സ്, അങ്ങനെ ഒട്ടനവധി കൃതികൾ ഹാങ് കാങ് രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് എക്കണോമിക്സിലോട്ട് പോകാം. എക്കണോമിക്സിൽ കിട്ടിയിരിക്കുന്നത് ഡ്രിഡൻ എസഗ്മഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ ആണ്. അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഫോർ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് അഫക്ട് പ്രോസ്പെറിറ്റി. പല സാമൂഹിക സ്ഥാപനങ്ങളുടെ ഫോർമേഷനും പിന്നെ പല രാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക അസമത്വത്തെ കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് ഇവർക്ക് 3 പേർക്കും എക്കണോമിക്സിൽ നോബൽ സമ്മാനം 2024 ലഭിച്ചത്. And the last field is peace. പീസിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഒരു ഒരു സംഘടനയ്ക്കാണ്. നിഹോൺ ഹിഡാൻക്യോ എന്നൊരു സംഘടനയ്ക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഫോർ പീസ്. ഈ സ്ഥാപനം 1956 ഓഗസ്റ്റ് 10 സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. ഹിബാകുഷ എന്നും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് നിഹോൺ ഹിഡാൻക്യോ. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ ഒരു സംഘടനയാണ് ഈ നിഹാൻ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. ഈ അവാർഡ് കൊടുക്കുന്ന സമയത്തിന്റെ റെസിഡൻസ് ടോക്കിയോ, ജപ്പാനിലായിരുന്നു. The motivation for giving this Nobel Prizes for its effort to achieve a world free of nuclear weapons and for demonstrating through witness testimony that nuclear weapons must never be used again.
അപ്പോൾ നമ്മൾ 2024 മെഡിസിൻ, ഫിസിക്സ്, കെമിസ്ട്രി, ലിറ്ററേച്ചർ, എക്കണോമിക്സ്, പീസ് എന്നിങ്ങനെ 6 ഫീൽഡിൽ ആർക്കൊക്കെയാണ് 2024 നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് നമ്മൾ നോക്കി. ഐ ഹോപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് കമൻറ്റ് ബിലോ. Yeah, that's all, and thank you so much for watching.